നിലമ്പൂരിലെ വിധിയെഴുത്ത് തുടർ ഭരണത്തിന് കരുത്താക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിനും ജനങ്ങൾക്കും ദ്രോഹം വരുത്തുന്ന എല്ലാറ്റിനുമെതിരെ സർക്കാർ കർശന നിലപാട് സ്വീകരിക്കും. നിലമ്പൂരിൽ LDF വിജയം ഉറപ്പാണെന്നും സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നാടാകെ സ്വീകരിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലമ്പൂരിൽ LDF മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിനെ തുടർഭരണത്തിലേക്ക് പോകാൻ കരുത്താകുന്ന ജനവിധിയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടാവുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 9 വർഷമായി തുടരുന്ന LDF ഭരണത്തിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ജനം കാണുന്നുണ്ട്. ആ മാറ്റം അനുഭവിച്ചവരാണ് നിലമ്പൂരുകാരും. പൊയ്വാക്കുകളോ പറ്റിക്കാനുള്ള വാഗ്ദാനങ്ങളോ നൽകുകയല്ല LDF എന്ന് ജനത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ പിന്താങ്ങിയവർക്കൊപ്പം പുതിയ വിഭാഗങ്ങളും LDFനെ പിന്തുണക്കുകയാണ്. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് കഴിഞ്ഞ ദിവസം ലഭിച്ച സ്വീകരണത്തിലടക്കം അത് പ്രകടമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലമ്പൂരിൽ ഞങ്ങൾ സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇനി അത് കൂടുതൽ വോട്ടോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് വിജയിപ്പിച്ചയക്കുക. LDFന് തൊട്ടു പിന്നാലെ UDF വന്ന് തകർച്ചയും തിരിച്ചടിയും ഉണ്ടാകുന്നതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. LDF സർക്കാർ വന്നാൽ ആദ്യത്തെ 3 വർഷം UDF കാലത്തെ കേടുപാട് തീർക്കാൻ ചെലവിടണമായിരുന്നു. 2021 അതിന് മാറ്റം വന്നു. LDFന് ജനം തുടർഭരണം സമ്മാനിച്ചതോടെ എല്ലാ മേഖലയിലും വികസന കുതിപ്പും മാറ്റവും ഉണ്ടായി. ഈ മാറ്റം തുടർന്നു കൊണ്ടുപോകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PV അൻവറിൻ്റെ ചതിയുടെ പരിണിത ഫലമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. LDFന് യാതൊരു ആശങ്കയുമില്ല. M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം നാടാകെ സ്വീകരിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുള്ളത്. M സ്വരാജ് LDFൻ്റെ സ്ഥാനാർത്ഥിയാകുന്നുവെന്ന പ്രഖ്യാപനം കേട്ടപ്പോൾ തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് അതിനുണ്ടായത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വർഗീയ കലാപം നടക്കുമ്പോഴും കേരളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. വർഗീയ ശക്തികൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവരെ തലയുയർത്താൻ സർക്കാർ അനുവദിക്കാത്തത് കൊണ്ടാണ് കേരളം ശാന്തമായിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലമ്പൂരിൽ നിന്നും PV കുട്ടൻ.